വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഇതുവരെ കേട്ടോ. കാരണം ഞാൻ നാളെ എന്തായാലും ഷൂട്ട് ചെയ്യാം. ഒരു ഡേ ഇൻ മൈ ലൈഫ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഡേ ഇൻ മൈ ലൈഫ് കണ്ടാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ നാളെ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. സോ പ്രത്യേകിച്ച് ഒരു പണികളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ജോബ് കഴിഞ്ഞ് വന്ന് ഇന്ന് 10 to 6 ആയിരുന്നു ഡ്യൂട്ടി. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിസ്കരിച്ച് കുറച്ചേരം ഖുർആനൊക്കെ ഓതി ഇങ്ങനെ വെറുതെ കുറച്ചേരം ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഇരുന്നപ്പോൾ ഭയങ്കര തണുപ്പട്ടോ. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്ന ടൈമിൽ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് വീഡിയോ എടുക്കാം, ഇന്നോട്ട് വീഡിയോ എടുക്കാം, നാളെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ എല്ലാം സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചേ. പറയട്ടെ, ഈ ഒരു വിന്റർ സീസണിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് എൻ്റെ കൂടെ കൂടിയേക്കുന്ന ഒരാളുണ്ട്, മടി. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രത്തോളം എനിക്ക് മടി വന്നിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. എനിക്കൊരു വെള്ളം എടുത്ത് കുടിക്കാൻ തന്നെ മടിയാണ്. എന്നെ പോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നോർമലി ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ വിന്റർ സീസണിൽ നമ്മൾക്ക് സാധാ ഇല്ലാത്ത പോലെ ഒരു ഡിപ്രഷൻ വരും എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഈ പ്രാവശ്യമാണ് എനിക്കത് മനസ്സിലായത്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക, കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക. ഹാലവിടെ TV കാണാണ്, സൗണ്ട് അത്ര കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ വിന്റർ സീസണിൽ വരുന്ന ഒരു ഡിപ്രഷൻ ഉണ്ടല്ലോ, അത് വലിയൊരു മേജർ ഡിപ്രഷൻ എന്നൊന്നും പറയാനില്ല, പക്ഷെ ഒരു മടി വന്നിട്ടുണ്ട് കൂടെ. എനിക്കറിയില്ല, നിങ്ങൾക്കും എന്നെ പോലെ തോന്നിയിട്ടുള്ളവരാണെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് മടി വന്നിരിക്കുന്നത് കുക്കിംഗ് ചെയ്യാനായിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുക്ക് ചെയ്യാൻ നേരത്ത് ഒബ്വിയസ്ലി കഴുകണം, കൈ നനയ്ക്കണം. ആ തണുത്ത വെള്ളത്തിലേക്ക് കൈ നനയ്ക്കുമ്പോൾ ഉള്ള മടി കാരണമായിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ കുക്കേ ചെയ്യുന്നില്ല. ഹാലാക്കുള്ള ഫുഡ് മാത്രം തട്ടിക്കൂട്ടി വേഗം തന്നെ പ്രിപ്പയർ ആക്കും. പിന്നെ ഞാൻ വരണ്ട ഡേക്ക് എല്ലാം ഒക്കെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ നൈറ്റ് ടൈമിലെ കാര്യം മാത്രം നോക്കിയാൽ മതി. പിന്നെ ഞങ്ങൾ കൂടുതലും പുറത്തുനിന്ന് തന്നെ ആക്കി. അപ്പോൾ ശരിക്കും പുറത്തുനിന്ന് കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല, പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുക്ക് ചെയ്യാനുള്ള മടിയുണ്ട്. ഇപ്പം അങ്ങനെ കുറേ ദിവസമായിട്ട് ഇപ്പം ഇങ്ങനെ ഒരു സുഖമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹല എന്താ ഗുഡ് ഗേൾ, കഴിച്ചോ? ഓക്കെ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ മടി പിടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്താ വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്രോസറി വാങ്ങിക്കാൻ പോകാൻ പോലും മടിയായിരുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് നാളെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഗ്രോസറി ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തു. വേറെ ഒന്നുമല്ല, ഇനിയിപ്പോൾ പോയി വാങ്ങിക്കാനും മടി, എന്താണ് പുറത്തുനിന്ന് കഴിക്കാനും മടി, കുക്ക് ചെയ്യാനും മടി, എല്ലാം കൊണ്ട് മടിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗ്രോസറി വാങ്ങിച്ചിട്ട് ഒരുപാടൊന്നും വാങ്ങിക്കണില്ല. എപ്പോഴും എൻ്റെ മൈൻഡ് മാറാന്ന് പറയാൻ പറ്റില്ല. മീൽ പ്ലാൻ ഞാനിപ്പോൾ ഈ ഒരു വീക്ക് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് കളഞ്ഞു. കാരണം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഇത് ഫോളോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. സോ അത്യാവശ്യം കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള നല്ല ചില സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ഇങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി, ഫ്രിഡ്ജൊക്കെ ഫുൾ ഇതായി പ്രശ്നമായിട്ട് കിടക്കുകയാണ്. എനിക്ക് അതൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട്. ബട്ട് എന്താണ് എന്താ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, തലഭാഗത്തിലാണ് ഞാൻ ഓർഡർ ചെയ്തത്. തലഭാഗത്തിൽ ഫുഡ് ഓർഡർ ചെയ്തു, പ്ലസ് ഗ്രോസറീസും എല്ലാം കൂടെ ഓർഡർ ചെയ്താൽ കൊണ്ടു തന്നു. എന്താണ് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് എടുത്തു വയ്ക്കാം. എന്താ ഒരു പാട്ട് പാടിക്കേ? അതല്ല, പൂവിന്റെ പാട്ട് പാട്. എന്താ കുട്ടിയുടെ പേരെന്താ? കുട്ടിയുടെ പേര് പറ, ഹല പറ. ഹല പോയി TV കണ്ടിട്ട് പോരാ കേട്ടോ. ഓക്കെ, നോക്കട്ടെ, മുഖം നോക്കട്ടെ, ഫേസ് നോക്കട്ടെ, എന്താണ് ഫേസില് കുറച്ചേക്ക് നോക്കട്ടെ. ഓക്കെ, ഇതിനാണോ അതെ ക്യാമറ നോക്ക്, ഫോണിൽ നോക്ക്. ഞാൻ പോലീസിനെ വിളിക്കും, ലൈറ്റ് ഓഫ് ചെയ്യും. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര മടി പിടിച്ചിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുക്കിംഗ് ഇനിയിപ്പോൾ എത്ര ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല, പക്ഷെ 2-3 ദിവസം എന്തായാലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ഇപ്പം നോർമലി ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഷ്ടം, പക്ഷെ അതുണ്ടാക്കാൻ ഞാൻ തന്നെ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ള മടി കാരണമായിട്ട് ഞാൻ ബ്രെഡോ അങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചു. കാരണം എന്താ എനിക്ക് രാവിലെ പോകുമ്പോൾ ഈസി ആയിട്ട് കഴിച്ചിട്ട് പോകാൻ, അല്ലെങ്കിൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഈസി ആയിട്ട് അങ്ങനെ വാങ്ങിച്ചു വെച്ചു. ഹാല എല്ലാം എടുത്ത് വയ്ക്കുക, തിരിച്ചു വയ്ക്കുക, നല്ല കുട്ടിയായിട്ട് വയ്ക്കുക. വാവ്, തിരിച്ചു വയ്ക്കുക. ഓ പോട്ടെ, അത് വയ്ക്കുക, തിരിച്ചു വയ്ക്കുക. ഗുഡ് ഗേൾ. ഓക്കെ, ഇനി വെച്ചോ. ഗുഡ് ഗേൾ. ഓ
ഗുഡ് ഗേൾ. ലവ് യു. ടി വി കാണാം. പിന്നെ എന്താ കാണണ്ടേ? ഓ അതെന്താ അതെന്താ? കെട്ടിപ്പിടിച്ചു. അപ്പൊ ഞാൻ ഈ ഒരു ഏരിയയില് എൻ്റെ ഒരു പെട്ടെന്ന് തന്നെ എനിക്ക് ക്വിക്കായിട്ട് കഴിക്കാനുള്ള കാര്യങ്ങൾ, ബ്രെഡ്, ബൺ, അതുപോലെ ഡ്രൈ കേക്ക്, ഇങ്ങനെ സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചു. എനിക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് പോകാനൊക്കെയുള്ള സമയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ എടുത്തിട്ട് പോകാനാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഗ്രോസറി വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഷുഗർ ബാഗും ടീ ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് ജോബിന് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അവിടെ ടീ ഒക്കെ കിട്ടും, പക്ഷേ ചില സമയത്ത് നമുക്ക് ഭയങ്കര തിരക്കുള്ള സമയത്ത് ഇതിനൊന്നും ടൈം ഉണ്ടാവില്ല. സോ അതുകൊണ്ട് നമുക്ക് ടൈം കിട്ടുമ്പോൾ സെൽഫ് മെയ്ഡായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ കുറച്ച് ടീ ബാഗും ഷുഗർ ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ ബാക്കി വാങ്ങിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിനുള്ളിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനൊന്നുമില്ല കേട്ടോ. ഞാനീ പറഞ്ഞ പോലെ എനിക്കിങ്ങനെ കുക്ക് ചെയ്യാൻ ഒരുപാട് ടൈം കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഫ്രോസൺ ആയിട്ടുള്ള ചപ്പാത്തി, പൊറോട്ട, നമ്മളുടെ ദേശീയ ഭക്ഷണം പൊറോട്ട, ഇത്രയൊക്കെ സംഭവങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് ദിവസത്തേക്ക് കറി മാത്രം നോക്കിയാൽ മതി. കറി ഉണ്ടാക്കിയിട്ട് ഒരു 2 ഡേയ്സിനൊക്കെ ആക്കി എടുത്തു വെക്കാം. ദെൻ ഇത് തന്നെ കഴിക്കാം. കാരണം പുറത്തുനിന്ന് കഴിച്ചാൽ മടുത്തു എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ഓഫ് മടുക്കൽ. പക്ഷേ എന്താണ് കുക്ക് ചെയ്യാനും മടി. സോ നമുക്ക് എന്ത് ചെയ്യാം, ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കിയിട്ട് കിടക്കണം. കാരണം നാളെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് 5 o'clock എഴുന്നേക്കും കാര്യം പറഞ്ഞാൽ. പക്ഷേ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യണ്ട. സോ ബെറ്ററായിട്ട് എന്ത് ചെയ്യാം നമ്മൾ? ഓക്കെ, സോ ബെറ്ററായിട്ട് നമുക്ക് ഇന്ന് തന്നെ കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ബീഫ് കൊണ്ടുവന്നത് അങ്ങനെ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് വെച്ചിട്ട് ബീഫ് കറി ഉണ്ടാക്കണോ, ബീഫ് ബിരിയാണി ഒന്നും ഉണ്ടാക്കാനുള്ള ടൈമില്ലല്ലോ. സോ നമുക്ക് ബീഫ് കറി വല്ലതും ഉണ്ടാക്കാം. ഓ, ഇത് ഫുൾ ചിക്കനായിരുന്നു. ഒരു ഫുൾ ചിക്കനായിരുന്നു. 2 എണ്ണം വാങ്ങിച്ചു. ഫുഡ് വന്ന് തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഫുൾ ചിക്കൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുള്ളതെന്ന്. ഇവൻ ഞങ്ങൾക്ക് ഒരെണ്ണം പോലും നമുക്ക് വേണ്ട. ഇതൊരു 3 പേർക്കൊക്കെ അല്ലെങ്കിൽ 4 പേർക്കൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു മണ്ടത്തരം പറ്റിപ്പോയിട്ടുണ്ടായിരുന്നു ഇന്ന്. അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു ഡിന്നറൊക്കെ കഴിച്ചതാ. മടി പിടിച്ചു, കുറച്ചുകൂടെ മടി പിടിച്ചു. ഫുഡ് ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചു. പക്ഷെ വേണ്ട, എന്തായാലും ഉണ്ടാക്കണം. നമ്മളിപ്പോൾ കഴിച്ച് നമ്മൾ വിഷമം മാറി നാളെ നമുക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ. സോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് സ്റ്റൂ ആണ്. അപ്പോൾ ഞാനെൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ബീഫ് സ്റ്റൂ ഉണ്ടാക്കുന്നത്. കുറേ ദിവസമായിട്ട് കുറേ ഇങ്ങനെ റീൽസിൽ കാണുന്നുണ്ട്. ആൻഡ് ഓൾസോ ജോർജിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ബീഫ് സ്റ്റൂ. ഞാൻ ആദ്യം കഴിച്ചിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ്. ഞാൻ മട്ടൺ സ്റ്റൂ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ഞാൻ കഴിച്ചിട്ടുള്ളത് കോഴിക്കോട് പാരഗണിൽ നിന്നാണ് കേട്ടോ. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചിക്കൻ സ്റ്റൂ ആണ് ഞാൻ കഴിച്ചത്. എനിക്ക് ചിക്കൻ സ്റ്റൂ ഭയങ്കര ഇഷ്ടമായി. വെള്ളപ്പത്തിൻ്റെ കൂടെ ഭയങ്കര കോമ്പിനേഷനായിരുന്നു. പക്ഷേ ഇതുവരെ ഞാൻ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇത് ഭയങ്കര ഒരു ഹെവി ടാസ്ക് ആണ് ഇത് ഉണ്ടാക്കാനൊക്കെ വിചാരിച്ചിട്ടാണ് ഇതുവരെ ഉണ്ടാക്കാണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയും മടിയുള്ള ദിവസം ഞാൻ തീരുമാനിച്ചത് ഉണ്ടാക്കാൻ. എന്ത് പറ്റിയെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും നല്ല മൂഡാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ട്രൈ ആണ്. അതുകൊണ്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നല്ലതാണെങ്കിൽ മാത്രം ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഡിസ്ക്ലെയിമറാണ്, ഞാൻ ഭയങ്കര സ്പീഡിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ 10 മണിയായിട്ടുണ്ട്. ഞാൻ ഇന്ന് എൻ്റെ കുക്കിംഗ് എപ്പോൾ തീർക്കും നോക്കാം. അപ്പോൾ നമുക്കൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാം. നമുക്ക് എത്രത്തോളം ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും നോക്കാം. ബീഫിൽ കുറച്ച് പെപ്പർ അതുപോലെ തന്നെ ഉപ്പും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വിസിലടിച്ചെടുക്കുക. ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്ന പാകിസ്ഥാനി ബീഫാണ് കേട്ടോ. ഇവിടുത്തെ ഇന്ത്യൻ ബീഫിന് അത്ര ടേസ്റ്റ് ഇല്ല. അപ്പോൾ പാകിസ്ഥാനി ബീഫാണ് നമ്മുടെ നാട്ടിലെ ബീഫിൻ്റെ ടേസ്റ്റ് വരുന്നത്. സോ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു 10-11 വിസിലൊക്കെ എനിക്ക് വരാറുണ്ട് എൻ്റെ ഈ കുക്കറിൽ. സോ എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആദ്യം നമുക്ക്
ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതാ ഈ കാണുന്ന കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, ദെൻ വാട്ട് ഇത്തരം സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് കുറച്ചെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ഇത് വിസിലാവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ടൈമിലാണ് നമുക്ക് കട്ടിങ് സെഷൻസ് ഒക്കെ ഇങ്ങനെ തീർത്തെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം വേഗം കുക്ക് ചെയ്ത് തീരാൻ എളുപ്പമുണ്ടാവും. സോ നമുക്ക് വേഗം പോയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ വേവിച്ച ബീഫ് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുവാണ്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം വെള്ളം ഇട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വെള്ളം ഇനി ആവശ്യമുണ്ട് വേറൊരു കാര്യത്തിന്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബീഫൊക്കെ എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ശേഷം നമ്മൾ ഈ ബീഫ് കുക്ക് ചെയ്ത വെള്ളത്തിലേക്ക് ക്യാരറ്റും അതുപോലെ പൊട്ടറ്റോയും നന്നായിട്ട് ചോപ്പ് ചെയ്തിടാം. ഇത്ര ചെറുതാക്കി ചോപ്പ് ചെയ്യേണ്ട, കുറച്ചുകൂടെ വലുതാക്കിയിട്ട് വേണം ചോപ്പ് ചെയ്യാൻ. കാരണം നമ്മൾ ഈ ലാസ്റ്റ് അവസാനം ഇതൊക്കെ വെന്ത് കഴിയുമ്പോൾ ഇതൊരു ഒറ്റൊരു വിസിലോടെ അടുപ്പിക്കണേ. കാരണം ഇത് വിസിലൊക്കെ അടിച്ച് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ. സോ ബെറ്ററായിട്ട് കുറച്ചും കൂടെ വലിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ തണുപ്പായതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഓയിലൊക്കെ കട്ട പിടിച്ചിരിക്കാനും ഭയങ്കര പാടാണ് ഓയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. സോ നമ്മളൊരു സെപ്പറേറ്റ് പാൻ എടുത്ത് അതിനകത്തേക്ക് കുറച്ച് നമ്മളുടെ കട്ടയല്ല പട്ട, കരയാമ്പൂ, ഏലക്ക ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആൻഡ് അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ആഡ് ചെയ്യാം. എനിക്കിപ്പോൾ ഇവിടെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതെല്ലാം അത്യാവശ്യം വലിയ സവാളയായിരുന്നു. സോ അത്യാവശ്യം ഒരു വലിയത് ഇട്ടിട്ടുണ്ട്. ഇത്ര സവാള ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പം സമയം 11 മണി കഴിഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ല ടൈം എടുക്കും കുക്ക് ചെയ്യാനൊക്കെ. കാരണം ഭയങ്കര സ്ലോ ആയിട്ടാണ് ഓരോ കാര്യം ചെയ്യുന്നത്, കട്ടിങ്ങും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ടൈം എടുത്തു കുക്കിങ്ങിന്. ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നല്ല മടിയുണ്ടായിരുന്നു. അപ്പോൾ നോർമലി മടിയുള്ള സമയങ്ങളിൽ നമ്മൾ എപ്പോഴും ചെയ്യണതല്ല, പെട്ടെന്ന് എളുപ്പത്തിൽ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ നോക്കാം. ഇന്ന് ഞാൻ ചൂസ് ചെയ്തെടുത്ത ഒരു റെസിപ്പി, അത് 1-ാം പാല് 2-ാം പാല് അങ്ങനെ ഭയങ്കര കുറേ സ്റ്റെപ്പുള്ളൊരു ഡിഷായിപ്പോയി ഞാൻ ചൂസ് ചെയ്തത്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് വേണമല്ലോ നമ്മൾ കഴിക്കാൻ. ഇനി നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളിയൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് എന്തൊരു കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇത്. കാരണം ഈ അടുത്തൊന്നല്ല കുറച്ച് നാളായിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, നമ്മൾ ഈ പൊടിച്ച പൊടികൾ ചേർക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് നമ്മുടെ കറികളിലൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. സോ അതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫും അതുപോലെ ഒരു വിസിലടിച്ചെടുത്തിട്ടുള്ള പൊട്ടറ്റോയും ക്യാരറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിലാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ പീസായതുകൊണ്ട് എനിക്ക് പൊടിഞ്ഞു പോകുന്നതായിട്ട് പേടിയുണ്ടായിരുന്നു. അതിനുശേഷം 2-ാം പാലാണ് കേട്ടോ ചേർക്കുന്നത്. ഈ 2-ാം പാൽ ചേർത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ 1-ാം പാൽ ചേർക്കുക. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം നമുക്ക് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമുക്ക് തേങ്ങാപ്പാലാണ്, നമുക്ക് ഒരുപാട് നേരം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. സോ അതുകൊണ്ട് 1-ാം പാൽ ആണ് നമ്മൾ തിക്കായിട്ടുള്ള പാൽ. സോ അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒരു 2 to 3 minutes ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ആൻഡ് ഈ ടൈമിൽ ഓർക്കണം നമ്മളുടെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം. ആൻഡ് അറ്റ് ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കുറച്ച് പെപ്പർ പൗഡറും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി.
ഇനിയാണ് നമ്മുടെ ബീഫ് സ്റ്റൂവിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിൽ വേറൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ വഴറ്റിയിട്ട് നമ്മൾ ബീഫ് സ്റ്റൂവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ കുക്കിംഗ് ചാനൽ പോലെ ആയോ എന്നൊരു ചെറിയ ഡൗട്ടുണ്ട്. ഫുൾ കുക്കിംഗ് റെസിപ്പി ആയിപ്പോയി. നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോഴത്തെ സമയം എത്രയാണ്? 11:30 കണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഭയങ്കര സ്ലോ ആണെന്ന്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ ചെറിയ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കൂടെ തീർത്തു. പക്ഷേ ഒരു മടി പിടിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റിയൊരു ഡിഷേ അല്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം 1-ാം പാല് 2-ാം പാല് ഇങ്ങനെ കുറേ സ്റ്റെപ്പുകളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ അപ്പം അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ചെയ്താണ്ടോ. ബട്ട് ഇതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഈ ചെയ്ത റെസിപ്പി ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ടേസ്റ്റ് ആഡ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതും കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയതെന്ന് കഴിക്കാനല്ല, നാളത്തേക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിപ്പോൾ ഉണ്ടാക്കിയോണ്ട് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ മൂടിയെല്ലാം എടുത്തിങ്ങനെ വച്ചിട്ടുണ്ട്. നല്ല ടയേർഡായി. ഇനി നല്ല ഒരു സുഖമായിട്ടുള്ളൊരു ഉറക്കം വേണം. അപ്പോൾ എന്തായാലും ഇനി ഉറങ്ങി എഴുന്നേറ്റിട്ട് കാണാം. സോ ഗുഡ് നൈറ്റ്. അപ്പോൾ ഇനി രാവിലത്തേക്കും ഉച്ചയ്ക്കത്തേക്കൊക്കെ ഉള്ള ഫുഡൊക്കെ ഒന്ന് പ്രിപ്പയർ ആക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് കഴിക്കുക. വേറൊന്നുമല്ല, നമ്മൾ ഏർലി ഇത്ര നേരത്തെ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നേരത്തൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല. സോ നമ്മളൊക്കെ എല്ലാവരും അവിടെ ചെന്നിട്ട് തന്നെയാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും കരുതുന്നില്ല, പക്ഷേ കുറച്ച് റിസ്ക് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈ കേക്ക് പോലത്തെ റിസ്ക്. ആൻഡ് ബില്ലുവിന് വേണ്ടിയിട്ട് നമ്മൾ പൊറോട്ടയിൽ എഗ്ഗ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുമല്ലോ. സോ അവനങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ വൈകുന്നേരമാണ് ഫുഡ് വേറെ കഴിക്കുള്ളൂ. സോ അത്ര നേരം പിടിച്ച് നിൽക്കണമെങ്കിൽ ഇതൊക്കെ പറ്റുള്ളൂ. സോ ബില്ലുവിന് അങ്ങനെ നമുക്ക് പ്രിപ്പയർ ആക്കി കൊടുക്കാം. എനിക്ക് രാവിലത്തേക്ക് എന്തെങ്കിലും സിമ്പിളായിട്ട് എടുത്തു വയ്ക്കാം. പിന്നെ ഉച്ചയ്ക്കത്തേക്ക് നമ്മൾ ബീഫ് സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ പൊറോട്ടയും ചൂടാക്കിയിട്ട് കൊണ്ടുപോകാം. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ബീഫ് സ്റ്റൂ ആയതുകൊണ്ട് പറയല്ല, അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് വന്നതിൽ ചെറിയ വന്നൊരു ഫോൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ക്യാരറ്റും അതുപോലെ പൊട്ടറ്റോയും നന്നായിട്ട് ചെറുതായിപ്പോയി. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ഒരു ഫ്രീ ആയിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ് ഇങ്ങനെ ഇതായി പോവോ അലിഞ്ഞു പോവോ എന്നൊക്കെ തോന്നി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തുണ്ടാക്കുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് നന്നായിട്ട് കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ, ഈ ക്യാരറ്റും അതുപോലെ തന്നെ പൊട്ടറ്റോയും. കാരണം അത് കുക്കറിൽ ഒരു വിസിൽ അടിച്ച് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് വേവും. സോ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിലും പറയാം കേട്ടോ. ഇനി നമ്മൾക്ക് ടീ ബാഗും ഷുഗർ ബാഗും കുറച്ച് എടുത്തു വെക്കാം. അപ്പോൾ ഇതൊരു വലിയ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് ഓക്കെയാണ്. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പേഷ്യൻസൊക്കെ സിക്കായിട്ടൊക്കെ വരുന്ന ദിവസങ്ങളൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടൊന്നും പോയി കഴിക്കാനുള്ള ടൈം കിട്ടില്ല. യൂഷ്വലി ടൈം കിട്ടാറുണ്ട്, പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനെന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമുക്ക് പ്രിപ്പയർ ആക്കാം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി കുടിക്കാം, അങ്ങനെ ഒരു മൈൻഡുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ടീ ബാഗും ഷുഗർ ബാഗൊക്കെ വാങ്ങിച്ചു വെച്ചത്.
അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു വ്ളോഗ് ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, വേറൊന്നുമല്ല, ഇനി നീട്ടിക്കൊണ്ട് പോയാൽ നിങ്ങളൊരു 1 മണിക്കൂറൊക്കെ ഇതിരുന്ന് കാണേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന ഉള്ള ക്ലിപ്സ് ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല ഒരുപാട്. ഇനി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്നതാണ്. ഇത് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ധനമോളിലാണ്. ഹാലാനെ പിക്ക് ചെയ്യാതെയാണ് പോയത്. കാരണം എൻ്റെ ബ്രദർ പിറ്റേ ദിവസം വരുന്നുണ്ട്. അപ്പോൾ ബ്രദറിന് വീട്ടിൽ വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്ത് എനിക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഷോപ്പിങ്ങിന് ഉണ്ടായിരുന്നു. ആൻഡ് വീടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. കുറേ ദിവസമായി ഞാനൊന്ന് കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ഇഷ്ടത്തിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹാലാടെ കുറച്ച് കാര്യങ്ങളൊക്കെ തീർന്നിരിക്കുമായിരുന്നു. ആൻഡ് ഈ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഡ്രൈ സ്കിന്നാണെന്ന്. എൻ്റെ ഡ്രൈ സ്കിന്നാണ്, സെയിം ലൈക്ക് കുട്ടികളുടെയൊക്കെ ഡ്രൈ സ്കിൻ ആയിരിക്കുമല്ലോ. സോ ഹാലാടെ സ്കിന്നും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ അവളുടെ ക്രീമും ലോഷൻസൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ അതങ്ങനെയൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ തിരിച്ച് റൂമിലേക്ക് പോവാണ്. സോ ബിഫോർ ദാറ്റ് പറയട്ടെ, ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ശരിക്കും ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചത് രണ്ട് കംപ്ലീറ്റ് ഡേയ്സ് ആയിരുന്നു. പക്ഷേ ഞാൻ ഇനി ഒരുപാട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവറായി പോകുമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഇനി അടുത്ത വ്ളോഗുകളിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുണ്ടാവും. കാരണം ബ്രദർ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശേഷങ്ങളും നാട്ടിൽ പെട്ടുപൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇഫ് യു ആർ ന്യൂ ഹിയർ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.